ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1993 പുറത്തിറങ്ങിയ ജയറാം അഭിനയിച്ച മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ജയറാമിനെ സംബന്ധിച്ചിടത്തോളം കോമഡി ചിത്രങ്ങൾക്ക് പുറമെ സീരിയസ് ആയ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച 93 ആകെ 11 ചിത്രങ്ങളായിരുന്നു അഭിനയിച്ചിരുന്നത്. ജയറാമിന്റെ കരിയറിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഒരു വർഷമായിരുന്നു 1993. ഇനി ഏതൊക്കെയാണ് 93 ജയറാം അഭിനയിച്ച ചിത്രങ്ങളെന്ന് നോക്കാം. 1993 ജയറാം അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 22 തിയേറ്ററുകളിലെത്തിയ വക്കീൽ വാസുദേവ്. ജഗദീഷ് വക്കീൽ വാസുദേവ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ജയറാം നായകതുല്യമായ ഒരു കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ചാരങ്കാട് ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചത്. കോമഡി ആക്ഷൻ കാറ്റഗറിയിലുള്ള ഈ ചിത്രത്തിൽ സുനിതയായിരുന്നു നായിക. ജഗതി ശ്രീകുമാറും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മാള അരവിന്ദൻ, ഗീതാ വിജയൻ, KPSC ലളിത, ബൈജു, റിസബാവ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. B ജയചന്ദ്രൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിലുള്ള ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഒരു ആവറേജ് വിജയം കൈവരിക്കാൻ സാധിച്ച ചിത്രമായിരുന്നു വക്കീൽ വാസുദേവ്. 93 ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ധ്രുവം. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ M മണി നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോഷി ആയിരുന്നു. ഈ ചിത്രത്തിൽ ജയറാമിന് മമ്മൂട്ടിയുടെ അനുജന്റെ വേഷമായിരുന്നു ലഭിച്ചിരുന്നത്. മമ്മൂട്ടിയെ കൂടാതെ സുരേഷ് ഗോപി, വിക്രം എന്നിവർ ഒരുമിച്ച ഈ മൾട്ടിസ്റ്റാർ ചിത്രത്തിന് SN സ്വാമിയായിരുന്നു തിരക്കഥാ സംഭാഷണം ഒരുക്കിയത്. സ്ക്രീൻ ടൈം വളരെ കുറവായിരുന്ന ഈ ചിത്രത്തിൽ ജയറാം തന്റെ കഥാപാത്രം വളരെ മികവുറ്റതാക്കി. വമ്പൻ ഇൻഡസ്ട്രി നേടിയ ഈ ചിത്രം 93 മമ്മൂട്ടിയുടെ ആദ്യ ഹിറ്റ് ചിത്രമായിരുന്നു. മമ്മൂട്ടി നരസിംഹ മന്നാടിയാർ എന്ന അവിസ്മരണീയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ ഗൗതമിയായിരുന്നു നായിക. കന്നഡ നടൻ പ്രഭാകർ ഹൈദർ മരക്കാർ എന്ന ശക്തമായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം വൻ താരനിര കൊണ്ട് സമ്പന്നമായിരുന്നു. 93 ജയറാമിന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു ഏപ്രിൽ 23 തിയേറ്ററുകളിലെത്തിയ പൈതൃകം. ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഈ ചിത്രം ജയരാജ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ജയറാം തന്റെ അഭിനയ മികവ് കൊണ്ട് മികച്ചതാക്കിയ ഒരു കഥാപാത്രമായിരുന്നു ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. നരേന്ദ്രപ്രസാദും വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം ഒരു മികച്ച കുടുംബ ചിത്രമായിരുന്നു. നല്ല ചിത്രമായിരുന്നിട്ടും ബോക്സ് ഓഫീസിൽ അത് അർഹിച്ച വിജയം കൈവരിക്കാതെ പോയ ഒരു ചിത്രമായിരുന്നു പൈതൃകം. ശ്രീ മൂവീസ് ആർട്സ് നിർമ്മിച്ച് കലു ഡെന്നിസ് തിരക്കഥയൊരുക്കിയ പൈതൃകത്തിൽ ഗീതയും പുതുമുഖം പത്മിനിയുമായിരുന്നു നായികമാർ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും SP വെങ്കടേഷിന്റെ അതിമനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 93 ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു മെയ് 14 തിയേറ്ററുകളിലെത്തിയ സമാഗമം. ജോർജ് ഗിറ്റ് സംവിധാനം ചെയ്ത ഈ ചിത്രം കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. ജോൺ പോൾ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വൻ പരാജയം ഏറ്റുവാങ്ങിയ ജയറാം ചിത്രമായിരുന്നു സമാഗമം. രോഹിണി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ തിലകനും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. സിംഫണി ക്രിയേഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 93 ജയറാമിൻ്റെതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജൂൺ 10 തിയേറ്ററുകളിലെത്തിയ ജേർണലിസ്റ്റ്. ജയറാമിനെ കൂടാതെ ജഗദീഷും സിദ്ദിഖും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം വിജി തമ്പിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഒരു കോമഡി പൊളിറ്റിക്കൽ ത്രില്ലറായി മാറിയ ജേർണലിസ്റ്റിൽ സിതാരയായിരുന്നു നായിക. തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയെങ്കിലും ജേർണലിസ്റ്റ് ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. ജഗതി ശ്രീകുമാർ, സായി കുമാർ, നരേന്ദ്രപ്രസാദ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 93 ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു ബന്ധുക്കൾ ശത്രുക്കൾ. ജയറാമിനെ കൂടാതെ മുകേഷും നായകതുല്യമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ശ്രീകുമാരൻ തമ്പിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. അമൃതേശ്വരി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് ജൂലൈ 2 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഹാസ്യത്തിന്റെ മേമ്പടിയോടെ അവതരിപ്പിച്ച കുടുംബ ചിത്രമായിരുന്നു. ശ്രീകുമാരൻ തമ്പി തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ബന്ധുക്കൾ ശത്രുക്കൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത് മുകേഷിനും ജയറാമിനും ആശ്വാസമായി. രോഹിണിയും രൂപിണിയും നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ തിലകൻ, KPSC ലളിത, നരേന്ദ്രപ്രസാദ് തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ തമ്പി തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും 93 സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിരുന്നു എന്നുള്ളത് ചിത്രത്തിന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ചിരുന്നു.
93-ൽ ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 16-ാം തീയതി തിയേറ്ററുകളിലെത്തിയ കാവടിയാട്ടം. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം അനിയനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ജഗതി, സിദ്ദിഖ്, ജയറാം കോമ്പിനേഷനിൽ ആദ്യ പകുതിയിൽ മുഴുനീള കോമഡിയുമായി തിയേറ്ററുകളിലെത്തിയ കാവടിയാട്ടം അതുകൊണ്ട് തന്നെ കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം നേടാൻ മാത്രമേ ഈ ചിത്രത്തിനായുള്ളൂ. തമിഴ് നടി സിന്ധുജ നായികയായ ഈ ചിത്രത്തിൽ കൽപ്പന, സൈനുദ്ദീൻ, മാമുക്കോയ, സുചിത്ര, ബാബു നമ്പൂതിരി, EA രാജേന്ദ്രൻ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മോഹൻ സിത്താര സംഗീത സംവിധാനം നിർവഹിച്ച അതിമനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 93-ലെ ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് ആഗസ്റ്റ് 27-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ആഗ്നേയം. ഈ ചിത്രം PG വിശ്വംഭരനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കലൂർ ഡെന്നിസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ഗൗതമിയായിരുന്നു നായിക. ജയറാമിനെ കൂടാതെ സിദ്ദിഖ്, നെടുമുടി വേണു, സുനിത, മാധു, തിലകൻ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ഒരു കുടുംബ ചിത്രമായിരുന്നു. എന്നിരുന്നാലും ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ തിളങ്ങിയില്ല. അതുകൊണ്ട് തന്നെ ആഗ്നേയം ഒരു പരാജയ ചിത്രമായി മാറി. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 93-ലെ ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു സെപ്റ്റംബർ 17-ാം തീയതി തിയേറ്ററുകളിലെത്തിയ കസ്റ്റംസ് ഡയറി. ജയറാമിനെ കൂടാതെ മുകേഷും നായകതുല്യമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം TS സുരേഷ് ബാബു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. മകം മൂവീസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് CK ജീവനായിരുന്നു. ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിച്ച ഈ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ മുകേഷ്, ജയറാം എന്നിവരെ കൂടാതെ ജഗതി ശ്രീകുമാറും പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിച്ചിരുന്നു. തരക്കേടില്ലാത്ത ക്രൈം ത്രില്ലർ ചിത്രം എന്ന വിശേഷണം നേടിയിട്ടും കസ്റ്റംസ് ഡയറി ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിലെ ഗംഗേ നീ പറയല്ലേ എന്ന ഗാനം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. 93-ലെ ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 8-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഒരു കടങ്കഥ പോലെ. ജയറാമിനെ കൂടാതെ നെടുമുടി വേണുവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. ജോഷി മാത്യു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഗീതയും മാധുവുമായിരുന്നു നായികമാർ. നല്ലൊരു കുടുംബ ചിത്രം എന്ന പേര് നേടിയ ഒരു കടങ്കഥ പോലെ അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സാമാന്യം തരക്കേടില്ലാത്ത കളക്ഷൻ നേടി. 93-ലെ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസിൽ ഉൾപ്പെടുന്ന ചിത്രമാണ് ഒരു കടങ്കഥ പോലെ. നെടുമുടി വേണുവിന്റെ കഥയ്ക്ക് ജോൺ പോൾ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രം BAM ക്രിയേഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ഒടുവിലുണ്ണികൃഷ്ണൻ, അശോകൻ, ഇടവേള ബാബു, ഇന്നസെന്റ് തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താരയായിരുന്നു നിർവഹിച്ചിരുന്നത്. 93-ലെ ജയറാമിന്റെ അവസാനത്തെ ചിത്രമായിരുന്നു മേലെ പറമ്പിൽ അൺവീട്. ഒക്ടോബർ 15-ാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രം OK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മാണി സി കാപ്പൻ നിർമ്മിച്ച് രാജസേനൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. നർമ്മത്തിന് പ്രാധാന്യം നൽകിയെടുത്ത ഈ കുടുംബ ചിത്രത്തിൽ ജയറാമിന്റെ നായികയായി എത്തിയത് ശോഭനയായിരുന്നു. ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, നരേന്ദ്രപ്രസാദ്, വിജയരാഘവൻ, ജനാർദ്ദനൻ, ഒടുവിലുണ്ണികൃഷ്ണൻ, വിനു ചക്രവർത്തി, മീന തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച ഈ ചിത്രം ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം നേടുന്ന കളക്ഷനായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. ജയറാമിന്റെ അതുവരെയുള്ള കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറിയ മേലെപ്പറമ്പിൽ ആൺവീടിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ആകെ സമ്മറി നോക്കുമ്പോൾ റിലീസ് ചെയ്ത 11 ചിത്രങ്ങളിൽ 3 ചിത്രങ്ങൾ സാമ്പത്തികമായ വിജയം കൈവരിച്ചപ്പോൾ 3 ചിത്രങ്ങൾ ആവറേജ് വിജയം കൈവരിച്ചു. 5 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. അതുകൊണ്ട് തന്നെ 93-ലെ ജയറാമിന്റെ സക്സസ് റേഷ്യോ 41% ആണ്. ഇതിൽ ജഗതി 6 ചിത്രങ്ങൾ അഭിനയിച്ചപ്പോൾ സിദ്ദിഖ് 3 ചിത്രങ്ങളിലും ജഗദീഷ്, സുരേഷ് ഗോപി, മുകേഷ് എന്നീ താരങ്ങൾ 2 ചിത്രങ്ങളിലും ജയറാമിന്റെ കൂടെ അഭിനയിച്ചു. ഇത്രയുമാണ് 1993-ൽ പുറത്തിറങ്ങിയ ജയറാം അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.